അവരുടെ ആ മതസ്ഥരായിരിക്കുന്നവരും കൈയയച്ച് നമ്മളെ സഹായിച്ചതിന് ഫലമായിട്ട് ഈ കൂത്താടുകുളം ടൗണിന്റെ നടുവിൽ ഒരു മനോഹരമായിരിക്കുന്ന ആംഗ്ലിക്കൻ ദേവാലയം ഉയർന്നു വരുവാൻ ഗണപടയായി തീർന്നു. നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല കേട്ടോ, ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, ദേശനിവാസികളുടെ അനുഗ്രഹമുണ്ട്, നാനാവിധമായിരിക്കുന്ന മതസ്ഥരുടെയും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന സഹകരണം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ അതിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ആലയത്തിന്റെ പുറകിലും മുന്നിലും ഇടവും വലമെല്ലാം ഒന്ന് നോക്കുവാൻ ഗണപടയായി ഓരോ വർഷത്തിലും തോന്നും. അതിന്റെ ആലയത്തെ ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അതേപടി അനുസരിക്കുവാൻ നിങ്ങളുടെ മനസ്സ് വെച്ചപ്പോൾ ദൈവം പറയുന്നു, ഞാൻ തന്നെ താഴ്ത്തുകയല്ല, ഞാൻ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ആ ഉയർത്തുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വരം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചവനായ ദൈവം നമ്മളോട് കൂടിയുണ്ട്. കടലേ താഴ്വരയിൽ കൂടെ കടന്നപ്പോൾ നമ്മുടെ കഴുത്തോളം ജലാശയത്തിന്റെ നടുവിലായിരുന്നപ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്തിയവനായ ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ കൈപിടിക്കും, എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കും. നമ്മളെ സ്നേഹിച്ചവരും നമ്മോട് കൂടെ നടന്നവരും നമ്മോട് സ്നേഹം കാണിച്ചവരും സകലരും ഒരു സുപ്രഭാതത്തിൽ മറന്നു പോകും. അവരാരും ഒരു വാക്ക് പോലും അച്ഛാ, തിരുമേനി, ഉപദേശി, ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഉണ്ടോ വിശേഷം ഒന്ന് ചോദിക്കാൻ പോലും ആളുകൾ കാണത്തില്ല. ദൈവത്തോട് പറയണം, ദൈവമേ, ആരെല്ലാം കൈപിടിഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നേതൃത്വങ്ങൾ തള്ളിക്കളഞ്ഞാൽ, സഹപ്രവർത്തകർ തള്ളിക്കളഞ്ഞാൽ, സഭാവിശ്വാസികൾ തള്ളിക്കളഞ്ഞാൽ, എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം എനിക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവമല്ലേ ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണ്. പ്രവേശിക്കാത്ത ഒരു നല്ലവൻ നമ്മോട് കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നവനുണ്ട് കേട്ടോ. മകളെ നീ ഭാരപ്പെടേണ്ട, മകളെ നീ ഭാരപ്പെടേണ്ട, നിനക്ക് ഇന്നതില്ലെന്ന് പറഞ്ഞ് നീ ദുഃഖിക്കേണ്ട, നീ സങ്കടപ്പെടേണ്ട. ലോകം നിന്നെ കൈവിട്ടോട്ടെ, ലോകത്തിന്റെ അധിപതികൾ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞോട്ടെ, ലോകത്തിന്റെ സാധിക്കുന്ന അനുഭവങ്ങൾ നിനക്ക് നല്ല വാക്കുകൾ പറയുവാൻ കാണത്തില്ല. എങ്ങളോ നിന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവനായ ഒരു നല്ല ദൈവ സ്വർഗത്തിലുണ്ട്. എന്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവമക്കളെ, നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട് കേട്ടോ. എല്ലാവരും തള്ളിക്കളയുന്ന ആയിരിക്കുന്ന അവസരങ്ങളുണ്ട്. എങ്ങനെ തള്ളിക്കളയാത്ത ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടിയിരിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. 2026 കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ദേവാലയത്തിലെ ആദ്യ പെരുന്നാളിന് എന്നെ ക്ഷണിക്കുവാൻ തീരുമാനിച്ചതായിരിക്കുന്ന തീരുമാനങ്ങളെ ഓർത്തുകൊണ്ട് നിർവികാരിയായിരിക്കുന്ന യോമോൻ പുളിക്കലച്ചൻ, സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന PT മത്തായി സാർ, സഭയുടെ കൈക്കാരന്മാർ ഇരുവരും, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങള്, പോഷക സംഘടനകളുടെ ഓരോ പോഷക സംഘടനയും ഭാരവാഹികളെ, പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതായ കൊയർ സംഘമേ, പ്രിയമുള്ള ദൈവദാസന്മാരെ, ഇവിടെയായിരിക്കുന്ന ദേശനിവാസികളെ, ഒരിക്കൽ കൂടെ ഈ കൂത്താട്ടുകുളം ആലയത്തിലെ ആദ്യ പെരുന്നാളിൽ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരുവാൻ ദൈവം എന്നെ ഒരിക്കൽ ഓർത്ത ദൈവത്തിന് സ്തോത്രം. 2026 എന്ന് പറയുന്ന ആ വർഷത്തിന്റെ അവസാനവും 2027 ഞാൻ നിങ്ങൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയുവാൻ കഴിയുന്നു. എങ്കിലും അപ്പോഴും നാം എവിടെയായിരിക്കും അറിയുന്നതിനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തോട് പകൽക്കാലം പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആദ്യ പെരുന്നാൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും അങ്ങയെ അനുസരിക്കുവാൻ മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ കേട്ടുകഴിഞ്ഞു.